എല്ലാ കൂട്ടുകാർക്കും ഹാക്ക് വിത്ത് എത്തിക്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതിലേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 to 15 ബാക്കി ബണ്ടിറ്റിൻ്റെ ചലഞ്ചസ് ആണ് നമ്മൾ ഇനി കംപ്ലീറ്റ് ചെയ്യുന്നത്. അതായത് 11 to 12 ലെവലിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോം ബ്രൗസർ യൂസ് ചെയ്യുന്നു. ബണ്ടിറ്റ് ഓവർ റൈറ്റ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് കാണുന്ന ഈ ഒരു സൈറ്റ് വരും. ഈ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പോകേണ്ട ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 11 to 12 ലെവലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ ലെവലിലോട്ട് പോകുന്നു. എന്നിട്ട് അതിനകത്ത് ആ ലെവൽ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിനകത്ത് യൂസ് ചെയ്യുന്ന കമാൻഡ്സിനെ കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കോഴ്സും കാര്യങ്ങളും ജസ്റ്റ് വായിച്ച് നോക്കുന്നുണ്ട്. പാസ്വേഡ് ഫോർ ദ നെക്സ്റ്റ് ലെവൽ ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫയൽ data.txt. അതായത് അടുത്ത ലെവലിലോട്ട് പോകുന്ന പാസ്വേഡ് സ്റ്റോർ ചെയ്തേക്കുന്ന data.txt എന്ന് പറയുന്നത് ഫയലിനകത്താണ്. അത് കഴിഞ്ഞ് അടുത്ത ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർ ആർ ലോവർ കേസസ്, അതായത് A to Z സ്മോൾ ലെറ്റേഴ്സ് ആൻഡ് അപ്പർ കേസസ്, അതായത് ക്യാപിറ്റൽ ലെറ്റർ A to Z വരെയുള്ള ലെറ്റേഴ്സ് ഹാവിങ് റൊട്ടേറ്റഡ് ബൈ 13ാമത്തെ പൊസിഷൻ, അതായത് 13ാമത്തെ പൊസിഷൻ യൂസ് ചെയ്തിട്ട് ആ ഒരു ഇതിനെ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് റൂട്ട് 13 എന്ന് പറഞ്ഞൊരു അൽഗോരിതം യൂസ് ചെയ്ത്. അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന കമാൻഡ്സും കാര്യങ്ങളുമാണ് ഗെർപ്പ്, ഷോർട്ട്, യൂണിക്ക്, സ്ട്രിങ്, B64, TR, ടാർ, GZIP, BZIP, SSD, അങ്ങനെ കുറച്ച് കമാൻഡ്സും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് അടുത്ത ലെവലിലോട്ട് പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മൾ ആദ്യമേ ഈ ഒരു അൽഗോരിതത്തെക്കുറിച്ച് അറിയണം. റൂട്ട് 13 എന്ന് പറഞ്ഞാൽ ഈ ഒരു അൽഗോരിതത്തെക്കുറിച്ച് അറിയണം. അപ്പോൾ അതിന് നമ്മൾ വിക്കിപീഡിയയിലോട്ട് പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ അൽഗോരിതത്തിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളോട് കൊടുത്തിട്ടുണ്ട്. എക്ക് എന് പൊസിഷൻ വെച്ച് ചേഞ്ച് ചെയ്തേക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ബിക്ക് ഒയെ അങ്ങനെ കുറച്ച് പൊസിഷനെ കുറിച്ചും കാര്യങ്ങൾ. ഇത് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. എം ഇസഡ് അങ്ങനെയുള്ള ഓരോന്ന് റീപ്ലേസ് ചെയ്തേക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. അപ്പം ഇതനുസരിച്ചാണ് നമ്മൾ ഈ ഒരു ആൽഗോരിതം യൂസ് ചെയ്യുന്നത്. പിന്നെ ആ ആൽഗോരിതത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ബിക്കോസ് 26 ലെറ്റേഴ്സ് 2 × 13 ബേസിക് ലാറ്റിൻ ആൽഫബറ്റ്, ഓട്ടോ റിവൈസ്, ഇൻ റിവൈസുകൾ എന്നൊക്കെ പറഞ്ഞത് കൊടുത്തിട്ടുണ്ട്. അൽഗോരിതം അപ്ലൈഡ് ടു സം ആക്ഷൻസ് ക്യാൻ ബി യൂസ് ടു എൻകോഡിങ് ആൻഡ് ഡീകോഡിങ് ടു അൽഗോരിതം പ്രൊവൈഡിങ്, അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വായിച്ച് നോക്കുക. നമ്മളിപ്പം ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പം ഈ ഒരു കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പം ഈ ഒരു അൽഗോരിതത്തെ പറഞ്ഞേക്കുന്ന രീതിയിൽ തന്നെ ചെയ്യുവാണ്. അപ്പോൾ അതിനകത്ത് ഈ ഒരു അൽഗോരിതം വെച്ച് ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യുന്ന മെത്തേഡ്സും കാര്യങ്ങളും അതിനകത്ത് കമാൻഡിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പം നമ്മൾ TR എന്ന് പറയുന്ന കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. TR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആവർത്തിച്ച് വരുന്ന പ്രതീകങ്ങളെയും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യാനും ഇല്ലാതാക്കാനും ഒക്കെ വേണ്ടി ലെൻസിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ്. അപ്പം നമ്മൾ ബാക്കിലോട്ട് പോവുകയാണ്. ഇവിടെ TR എന്ന് പറയുന്ന കമാൻഡ് കിടപ്പുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ നേരെ ടെർമിനൽസിലോട്ട് പോവുകയാണ്. ടെർമിനൽസ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം സ്റ്റാർട്ട് കാളി, നേരത്തെ ഇതിനകത്ത് കാളി ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ എങ്ങനെയാണ് നമ്മുടെ ഫോണിനകത്ത് കാളി ലെൻസ് യൂസ് ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഫോണിനകത്ത് കാളി ലെൻസ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കമാൻഡ് ഇൻ്റർഫേസ് ആണ്. അപ്പം എനിക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് കാളി -6 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാളിയിലോട്ട് പോകും. ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ പറ്റത്തില്ല, അല്ലെങ്കിൽ സാധാ രീതിയിൽ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ LS അടിക്കുന്നു. LS അടിച്ചതിന് ശേഷം SHS യൂസ് ചെയ്യുന്നു. എന്നിട്ട് ബണ്ടിറ്റിൻ്റെ 11ാമത്തെ ലെവലാണ്, 11ാമത്തെ യൂസറാണ്. അപ്പം ബണ്ടിറ്റിൻ്റെ 11ാമത്തെ ലെവലിൽ 11ാമത്തെ യൂസർ ലോഗിൻ ചെയ്യാൻ വേണ്ടി അറ്റടിക്കുന്നു. പിന്നെ സൈറ്റാണ് വേണ്ടുന്നത്. അപ്പോൾ സൈറ്റും കാര്യങ്ങളും, അതായത് ഹോസ്റ്റ് ചെയ്തേക്കുന്ന സൈറ്റിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഏത് സൈറ്റാണെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ബണ്ടിറ്റ് ഓവർ റൈറ്റ് എന്നുള്ള ഈ ഒരു സാധനം ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. ഹോസ്റ്റിൻ്റെ ഇതാണ്. അതുപോലെ തൊട്ടപ്പുറത്ത് പോർട്ടും കിടപ്പുണ്ട്. നമ്മുടെ പേസ്റ്റ് ചെയ്യുകയാണ്. -P അടിക്കുകയാണ്. -P220 കൊടുക്കുന്നു. എൻ്റർ അടിക്കുന്നു. അപ്പോൾ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയുന്നു. അപ്പം നമ്മൾ പാസ്വേഡ് ഒരു TST എന്ന് പറഞ്ഞ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് വന്നു ഇവിടെ ഓപ്പൺ ആക്കി ഇട്ടേക്കുവാണ്. അപ്പം അവിടെ പാസ്വേഡ് .txt എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ക്യാറ്റ്, അതായത് നേരത്തെ ആ base64-നകത്തുനിന്ന് ഡീകോഡ് ചെയ്തേക്കുന്ന ആ പാസ്വേഡും കാര്യം ലെവലിനകത്തുനിന്ന്. അപ്പോൾ ആ പാസ്വേഡ് ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. പാസ്വേഡ് കോപ്പി ചെയ്യാന്നല്ലോ. കോപ്പിയായി. എന്നിട്ട് ആ പാസ്വേഡ്സും കാര്യങ്ങളും ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആ ലെവലിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞു.
ഇവിടെ നിന്ന് എൻ്റർ അടിക്കുമ്പം ആ ലെവലിലോട്ട് വരുന്നു. ഇതാ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽഎസ് അടിക്കുന്നു, ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ data.txt ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ പാസ്വേഡും കാര്യങ്ങളും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാറ്റ് എന്ന് പറഞ്ഞ ഫയൽ ഇവിടെ കൊടുക്കുന്നു, ആ കമാൻഡ് ഇവിടെ കൊടുക്കുന്നു. എന്നിട്ട് data.txt ഇതേപടി യൂസ് ചെയ്യുന്നു. അതിനുശേഷം അവിടെ ഒരു പൈപ്പ് സിമ്പിൾ യൂസ് ചെയ്യുന്നു, അതായത് 2 കമാൻഡ് അറ്റ് എ ടൈം വർക്ക് ചെയ്യാൻ വേണ്ടി പൈപ്പ് സിമ്പിൾ യൂസ് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സ്പേസ് ഇട്ടതിന് ശേഷം TR എന്ന് പറഞ്ഞ കമാൻഡ് കൊടുക്കുന്നു. അതായത് അതിനെ റീപ്ലേസ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ കമാൻഡ് കൊടുക്കുന്നത്. അപ്പോൾ റീപ്ലേസ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതായത് ക്യാപിറ്റൽ A to Z വരെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ക്യാപിറ്റൽ A എഴുതുന്നു, അതിന് ചെറിയൊരു ഐഫൺ കൊടുക്കുന്നു. എന്നിട്ട് ക്യാപിറ്റൽ Z വരെ Z, അത് കഴിഞ്ഞിട്ട് A to -Z. അതിനകത്ത് പറഞ്ഞേക്കുന്ന അതേപടി ഞാനിവിടെ കൊടുക്കുന്നു. ക്യാപിറ്റൽ Aയും Zഉം കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുക്കുന്നു. അതിന് ശേഷം അടുത്ത ഇതെടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ശകലം സ്പേസ് ഇട്ടതിന് ശേഷം അടുത്ത ഒരു ഇത് പറയുന്നുണ്ട് റീപ്ലേസ് ചെയ്തേക്കുന്നതിന്. അപ്പം ക്യാപിറ്റൽ N മൈനസ് ക്യാപിറ്റൽ Z A റീപ്ലേസ് ചെയ്തേക്കുന്ന ആ രീതിയിൽ തന്നെ. ആ അൽഗോരിതം നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ആ അൽഗോരിതത്തിനകത്ത് കൊടുത്തേക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം Z A കൊടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് -M കൊടുക്കുന്നു. M കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ഇത്രയും സംഭവമാണ്. അപ്പം അത് ക്ലോസ് ചെയ്യുകയാണ്. ഡബിൾ കോട്ട് ഇട്ട് ആ സ്ട്രിങ് ആയതുകൊണ്ടാണ് ഈ ഇതും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ എൻ്റർ കൊടുക്കുമ്പം അടുത്ത ലെവലിലോട്ട് പോകാനുള്ള പാസ്വേഡ്സും കാര്യങ്ങളും ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇത് നീ സേവ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടുന്ന് എക്സിറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്തതിന് ശേഷം അപ്പോൾ എക്സിറ്റായി. അത് കഴിഞ്ഞതിന് ശേഷം LS അടിക്കുന്നു, നാനോ എന്ന് കൊടുക്കുന്നു. അതായത് നമ്മളിപ്പോൾ കിട്ടിയ സാധനം അവിടെ സേവ് ചെയ്യണം, password.txt. അതായത് അടുത്ത ലെവലിലോട്ട് പോകണമെങ്കിൽ കാര്യങ്ങളെല്ലാം ഇവിടെ സേവ് ചെയ്ത് വെക്കണം. അതിനുശേഷം ഞാൻ ആരോ കൊടുക്കുന്നു, താഴോട്ട് കൊണ്ടുവരുന്നു, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ടൊരു അടുത്ത ലെവലിലോട്ട് പോകാനുള്ള പാസ്വേഡാണെന്ന് അറിയാൻ വേണ്ടി ഒരു മൈനസ് സിമ്പിളൊക്കെ കൊടുത്തതിന് ശേഷം 12ാമത്തെ ലെവലിലോട്ട് പോകാനുള്ള പാസ്വേഡാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് ഇത് സേവ് ചെയ്യണം. അപ്പം ഞാനത് സേവ് ചെയ്യാൻ വേണ്ടി Ctrl+X അടിക്കുന്നു. അപ്പം ചോദിക്കുന്നു സേവ് ചെയ്യണോ വേണ്ട എന്ന്. സേവ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ച് ലെന്തി ആയി പോയി. അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോയ്ക്കകത്ത് അടുത്ത ലെവൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ഇതിപ്പോൾ മീഡിയം ലെവൽസാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആദ്യത്തെ സിംപ്ലസ്റ്റ് ലെവലാണ് 1 to 10 വരെ. 10 കഴിഞ്ഞ് കുറച്ച് മീഡിയം ലെവലാണ്. ഇത് തന്നെ അങ്ങോട്ട് പോകുന്നതോറും ഹാർഡായിട്ട് വരും. അപ്പം കമാൻഡിനെ കുറിച്ചൊക്കെ പഠിക്കാനും ജീവിതത്തിലേക്ക് യൂസ്ഫുൾ ആവാനും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.